ബി.ജെ.പി ഇത്തവണ 220 സീറ്റിൽ ഒതുങ്ങുമെന്ന് പ്രമുഖ ധനകാര്യ വിദഗ്ധൻ പരകാല പ്രഭാകർ. എല്ലാ സ്വേച്ഛാധിപതികളുടെയും അവസാനം കൈവിലങ്ങുകളോ ശവപ്പെട്ടികളിലോ തന്നെയാകും. ഉയർത്തിയ മുദ്രാവാക്യങ്ങളിലൊന്നും ബി.ജെ.പിക്ക് ഇത്തവണ പിടിച്ചു നിൽക്കാനാകില്ലെന്നും പരകാല പ്രഭാകർ ദ വയറിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇത്തവണത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 220 സീറ്റുകൾക്ക് മുകളിൽ നേടില്ലെന്നാണ് പ്രമുഖ ധനകാര്യ വിദഗ്ധനും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ പങ്കാളിയുമായ പരകാല പ്രഭാകറിന്റെ പ്രവചനം. സംഘപരിവാറിന്റെ ശക്തിദുർഗങ്ങളിൽ വലിയ സീറ്റ് നഷ്ടത്തെ നേരിടുന്ന ബി.ജെ.പി പുതുതായി കണ്ടെത്താൻ ശ്രമിക്കുന്ന മേച്ചിൽപ്പുറങ്ങളിലും പച്ചതൊടില്ല. എൻ.ഡി.എ ഒന്നിച്ചു പിടിച്ചാലും 270-ലെത്താൻ കഴിയില്ല. ഉത്തരേന്ത്യയിൽ മാത്രം 95 സീറ്റുകൾ വരെ നഷ്ടപ്പെട്ടേക്കാവുന്ന ബി.ജെ.പി അധികാരത്തിൽ നിന്ന് നിലംപതിക്കുമെന്നും പരകാല പ്രഭാകർ വ്യക്തമാക്കുന്നുണ്ട്. ദ വയറിൽ കരൺ ഥാപ്പറിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം. എല്ലാ സ്വേച്ഛാധിപതികളും കൈവിലങ്ങുകളിലോ ശവപ്പെട്ടികളിലോ ആണ് അവസാനിച്ചിട്ടുള്ളതെന്നും മോദിയെയും കൂട്ടരെയും ഉന്നമിട്ട് പരകാല പ്രഭാകർ വിമർശനമുയർത്തുകയാണ്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ ബി.ജെ.പിക്ക് തിരിച്ചടിയാകും. സ്വന്തം മുദ്രാവാക്യങ്ങളായ രാമക്ഷേത്രവും ഹിന്ദുത്വയും വർഗീയതയുമൊന്നും ബി.ജെ.പിയെ പിടിച്ചു നിർത്തില്ലെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും മോദിയും വീണ്ടും അധികാരത്തിലേറിയാൽ ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറുമെന്ന് നേരത്തെ പരകാല പ്രഭാകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 400 സീറ്റ് പിടിക്കുമെന്ന് മുദ്രാവാക്യമുയർത്തി പ്രചരണം തുടങ്ങിയ മോദി വിദ്വേഷ രാഷ്ട്രീയത്തിലേക്ക് കാലുമാറ്റി ചവിട്ടിയപ്പോൾ മുതൽ ശക്തമായ വിമർശനമാണ് രാജ്യമെങ്ങും ഉയരുന്നത്. തോൽക്കാൻ പോകുന്നതിൻ്റെ ഭയമാണ് മോദിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നതെന്നായിരുന്നു പ്രമുഖ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ യോഗേന്ദ്ര യാദവിൻ്റെ വിമർശനം. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.